ഹലോ ഗൈസ്, ബീട്രൂട്ട് അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് 3 കിലോ ബീട്രൂട്ടാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇതൊരു 6-7 മാസം യൂസ് ചെയ്യാൻ കണക്കിനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ യാതൊരുവിധ കേടുപാടുകളും വരത്തില്ല. ഇത് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കടുക്, പിരിയൻ മുളക്, മുളക് പൊടി, ഉലുവ പൊടിച്ചത്, മഞ്ഞൾപ്പൊടി, മുളക്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, കായം, വെളുത്തുള്ളി, ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത്. പിന്നെ വിനാഗിരിയും നല്ലെണ്ണയും. അപ്പോൾ നമ്മൾ ഇന്ന് അച്ചാറുണ്ടാക്കാൻ പോകുന്ന ഈ പാത്രത്തിലാണ്. ആദ്യം തന്നെ ഈ പാത്രം അടുപ്പിൽ വെച്ച് ഇതിൽ മുഴുവൻ വെള്ളവും വറ്റിച്ച് കളയുക. അതിനുശേഷം നല്ലെണ്ണ ഒഴിച്ച് നല്ലെണ്ണ നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലോട്ട് ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് ഒരു 20 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. 20 മിനിറ്റ് വേവിക്കുമ്പോൾ തന്നെ നമുക്ക് ബീട്രൂട്ട് ഓൾമോസ്റ്റ് വെന്ത് കിട്ടും. പിന്നെ നമുക്ക് ഇതുപോലെ വെള്ളം അതിൽ നിന്ന് വരുന്നുണ്ടാവും. ആ വെള്ളം മുഴുവൻ വറ്റുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ നമ്മൾ ഈ അച്ചാർ വറ്റിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് 6-7 മാസം യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഇതിൽ വെള്ളം മൊത്തം നമുക്ക് വറ്റി കിട്ടിയിട്ടുണ്ട്. കാരണം ഇത് നോക്കുമ്പോൾ കാണാം, ഇതിലിപ്പോൾ നമുക്ക് എണ്ണ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. വെള്ളം മുഴുവനായിട്ട് തന്നെ വറ്റിപ്പോയിട്ടുണ്ട്. നമുക്കിതിനെ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇതേ പാത്രത്തിൽ തന്നെ നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കടുകിട്ട് കൊടുക്കാം. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടിയും പിരിയൻ മുളക് പൊടിയും അതുപോലെ വിനാഗിരിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ഉലുവപ്പൊടിയും ചേർത്ത് കൊടുക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് ആദ്യം വേവിച്ച് വെച്ച ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ അച്ചാർ ഉണ്ടാക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 6 മാസത്തിൽ കൂടുതൽ അച്ചാർ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ.